അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തൗഹീദും ശിർക്കും, അതാണ് ഇനി നമ്മൾ സവിസ്തരം പഠിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഈ വീഡിയോയിലൂടെ വിഷയമായി അവതരിപ്പിക്കുന്ന കാര്യം. തൗഹീദ് എന്താണ്, ഷിർക്ക് എന്താണ് എന്ന് നമ്മിൽ പലർക്കും അറിയില്ല. എത്രത്തോളം അറിവുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നവർക്ക് പോലും അതേക്കുറിച്ച് അറിവില്ല എന്നതാണ് പരമാർത്ഥം. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, തൗഹീദ് എന്താണെന്ന് ചോദിച്ചാൽ ഒരാൾ പറഞ്ഞ് മൗലൂദ് ചെല്ലാണ്ടിക്കൽ, അല്ലെ നേർച്ച നടത്താണ്ടിക്കൽ, അത് നടത്തലൊക്കെ ഷിർക്കും. എന്നാൽ എന്താണ് തൗഹീദ്? ഒരു മുസ്ലിം അതേക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളിലേക്ക് നമുക്ക് പോകാം. ഫഅല യുഫഇലു തഫ്ഈലൻ എന്ന രീതിയിലുള്ള വഹദ എന്ന ഫീലിൻ്റെ തഫ്ഈൽ വസിനാണ് തൗഹീദ്. വഹദ എന്ന് പറഞ്ഞാൽ ഒരുവനാക്കുക. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഒരുവനാക്കുക എന്നാണ് അർത്ഥം. അപ്പം എന്ത് തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ തൗഹീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഒരുവനാക്കുക. എങ്ങനെ ഒരുവനാക്കേണ്ടത്? അള്ളാഹു ആദ്യം ഒരുവനല്ലേ, പിന്നെ നമ്മൾ എങ്ങനെയാണ് ഒരുവനാക്കേണ്ടത്? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇമാം തഫ്താസാനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ശറഉൽ അഖായിദിലെല്ലാം ഇത് സവിസ്തരം വിശദീകരിച്ചിട്ടുണ്ട്. വല്ലാഹു വാഹിദുൻ ഫീ ദാതിഹി വ സിഫാതിഹി വ അഫ്ആലിഹി. അള്ളാഹുവിൻ്റെ ദാത്തിലും സിഫത്തിലും പ്രവൃത്തിയിലും അള്ളാഹു ഒരുവനാണ്. അതിന് സമാന്തരം ഇല്ല, സമന്മാരില്ല. അതായത് അള്ളാഹു ഏക ദൈവമാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു സമദ്, അവനാണ് അത്താണി. ലം യലിദ്, അവൻ പ്രസവിച്ചിട്ടില്ല എന്ന് വെച്ചാൽ അള്ളാഹുവിന് മക്കളില്ല. വലം യൂലദ്, അവൻ പ്രസവിക്കപ്പെട്ടവനല്ല എന്ന് വെച്ചാൽ അള്ളാഹ്ക്ക് ഉപ്പയും ഉമ്മയൊന്നുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് സമന്മാരായി മറ്റൊരാളും ഇല്ല. ഇതാണ് ഇസ്ലാമിൻ്റെ തൗഹീദ്. മുസ്ലിമിൻ്റെ തൗഹീദ് ഇതായിരിക്കണം. അല്ലാഹു തആലാക്ക് 99 പേരുകളുണ്ട്. അതിൽ അള്ളാഹു, റഹ്മാൻ, റഹീം എന്ന് തുടങ്ങി ഒരുപാട് പേരുകൾ. ഖാലിക്ക്, റാസിക്ക്, ഷാഫി എന്നൊക്കെ. ഖാലിക്ക് എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുന്നവൻ, റാസിക്ക് ഭക്ഷണം കൊടുക്കുന്നവൻ, അതുപോലെ തന്നെ എന്താ പറയുക, ഷാഫി രോഗം മാറ്റുന്നവൻ. എല്ലാം അള്ളാഹു ആണ് എന്നാണ് നമ്മൾ വിശ്വസിച്ച് ഉറപ്പിച്ച് മനസ്സിൽ ദൃഢാക്കുന്നത്. ഇതിലൊന്നും ഒരാളും ഒരു മുസ്ലിമും പങ്ക് കൊടുക്കൂല. എങ്ങനെ? അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് ഒരു മുസ്ലിമായ മനുഷ്യനും വിശ്വസിക്കൂല. അതുപോലെ തന്നെ നമ്മുടെ സൽസബീലിൻ്റെയോ അൽമനാറിൻ്റെയോ ഭാഷ കടമെടുത്തു കഴിഞ്ഞാൽ ഒരു ഖബറിനോ, ഒരു മരത്തിനോ, ഒരു ദിവ്യനോ, ഒരു കല്ലിനോ, അല്ലെങ്കിൽ ഒരു മനുഷ്യനോ, ഒരു ജിന്നിനോ ഒരിക്കലും ഒരു വിശ്വാസി അയാൾ ദൈവമാണെന്നോ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകനാണെന്നോ, അല്ലെങ്കിൽ അയാൾക്ക് ദിവ്യത്വമുണ്ടെന്നോ കണക്ക് കൂട്ടിക്കൊണ്ട് അയാളോട് പരമമായ കീഴ്വണക്കം കാണിക്കുക എന്നതാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ. അതാണ് തൗഹീദിൻ്റെ വിവക്ഷ. ഇനി അള്ളാഹിൻ്റെ സിഫത്ത് കുറേ ഉണ്ട്. അതിൻ പ്രകാരം നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഷാഫി, രോഗം മാറ്റുന്നവൻ അള്ളാഹുവാണ്.
അപ്പം നമുക്കൊരു പനി വന്നു. നമ്മളപ്പം തന്നെ വിളിക്കുകയാണ്. ആരെ? നമുക്ക് പരിചയമുള്ള ഒരു രവീന്ദ്രൻ ഡോക്ടറെ വിളിക്കുകയാണ്. എൻ്റെ ഡോക്ടറോട് നമ്മളെ രോഗം പറയുകയാണ്. അപ്പം ഡോക്ടർ പറയാന്ന് ഇന്ന ഗുളികയും മരുന്നും മേടിച്ച് കുടിച്ചോ. അപ്പോൾ രോഗം മാറ്റുന്നവൻ അല്ലല്ലേ? അള്ളാഹു അല്ലാത്തവർ വിളിക്കാൻ പാടുണ്ടോ? അപ്പം ശിർക്കാവൂലേ എന്നൊരു ചോദ്യം വരും. അവിടെ ഈ ഡോക്ടറെ ആരും തന്നെ ദൈവമാണെന്നോ അല്ലെങ്കിൽ അയാൾക്ക് ദിവ്യത്വമുണ്ടെന്നോ ദൈവത്തിൻ്റെ മകനാണെന്നോ ഒന്നും വിശ്വസിച്ച് ഉറപ്പിക്കുന്നില്ല. നമുക്കാകെ അറിയാവുന്ന ഇത്രയേ ഉള്ളൂ. അയാൾക്ക് മരുന്നിനെ പറ്റിയിട്ട് അറിയാം. അയാൾ മരുന്നുകൾ പറഞ്ഞു തരും. ആ മരുന്ന് മേടിച്ച് കുടിക്കാന്നേ നമുക്ക് വിശ്വാസമുള്ളൂ, മനസ്സിൽ ചിന്താഗതിയുള്ളൂ. അതുകൊണ്ട് അവിടെ ശിർക്കില്ല. ഇനി ഒരാൾ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൻ്റെ പുറത്തെത്തുമ്പോൾ ഉച്ച സമയമാണ്. അയാൾ വിളിച്ച് കൂവുന്നു. എന്ത്? ഉമ്മ ചോറ് വേണം. ഉമ്മ റാസിക്കാണോ? അയാൾ ചിന്തിക്കുന്നുണ്ട്? അങ്ങനെ ഇല്ല. കാരണം എന്താ? അയാൾക്കറിയാം സാധാരണ ഉമ്മ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്ത് ഉണ്ടാക്കി വെക്കും. ആ ഭക്ഷണം എന്ത് ചെയ്യും? എനിക്ക് കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത്. അല്ലാണ്ട് ഉമ്മാക്ക് ദൈവമായതുകൊണ്ടോ ഉമ്മാക്ക് പ്രത്യേകിച്ച് ദിവ്യത്വമുള്ളത് കൊണ്ടോ അള്ളാഹ്ക്ക് കൊടുക്കേണ്ട എന്തെങ്കിലും ഉമ്മാക്ക് വകവെച്ച് കൊടുക്കുകയോ ഇവിടെ ചെയ്യുന്നില്ല. അതേസമയം ഒരാൾ മറ്റ് വിശ്വാസികൾ ദിവ്യൻ എന്ന് കരുതുന്ന ഒരാളുടെ അടുക്കൽ ചെന്ന്, അത് ജീവിച്ചവരോ മരിച്ചവരോ ആരോ ആയിക്കോട്ടെ, അയാളുടെ അടുത്ത് ചെന്നുകൊണ്ട് അയാൾക്ക് ദിവ്യത്വമുണ്ട് എന്ന ചിന്താഗതിയോടെ, ഫോർ എക്സാമ്പിൾ നമ്മൾ സത്യസായി ബാബയുടെ അടുക്കൽ ചെല്ലുന്നു. അയാൾ ഈ എന്താ പറയുക, തൻ്റെ ജടയിൽ നിന്ന് ആപ്പിളൊക്കെ എടുത്തു കൊടുക്കുമായിരുന്നു എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. അത് കണ്ട് അദ്ദേഹം ദൈവമാണെന്ന് കുറേ വിഭാഗം ഹിന്ദു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളൊക്കെ വിശ്വസിച്ചിരുന്നു. അപ്പം നമ്മൾപ്പെട്ട ഒരുത്തൻ അയാളുടെ അടുക്കൽ ചെല്ലുകയാണ്. എന്നിട്ട് പറയാണ്, എന്ത്? ബാബാ എനിക്ക് വിശക്കുന്നു. അത് പറയുമ്പോൾ പറഞ്ഞത് നേരത്തെ ഉമ്മാനോട് പറഞ്ഞ പോലെ തന്നെയാണ്. പക്ഷെ എന്താ കുഴപ്പം? അയാൾ ചിന്തിക്കുന്നു, എന്ത്? ഈ സത്യസായി ബാബയുടെ അടുക്കൽ അയാളുടെ ദിവ്യത്വം കൊണ്ട് അയാൾ അന്തരീക്ഷത്തിൽ നിന്ന് എടുത്തു തരുന്ന ആപ്പിളാണ് ഇയാൾ ഉദ്ദേശിച്ചത് എങ്കിൽ അത് ശിർക്ക് എന്ന് പറയാം. അതേസമയം സത്യസായി ബാബേൻ്റെ അടുത്ത് ചെന്നിട്ട് എനിക്ക് ബാബ വിശക്കുന്നു എന്ന് പറഞ്ഞ് അയാൾ ചോറ് കൊടുക്കുന്നു, കുഴപ്പമില്ല. അതേപോലെ തന്നെ ചോദിക്കുന്നതിനെ പറയുന്നത്, ഒന്നും അള്ളാഹുവിന് കൊടുക്കാനുള്ളത് ഒന്നും മറ്റൊരാൾക്ക് വകവെച്ച് കൊടുക്കലില്ല. ഇനി ഒരാൾ ഒരു മരണപ്പെട്ട ഒരാളുടെ ഖബറിൽ ചെന്നിട്ട് അയാൾ അവിടെ കിടന്ന് ഭയങ്കര സുജൂദ് ചെയ്യാൻ അയാൾ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, അപ്പം നമ്മൾ എന്ത് ചെയ്യും? അയാളെ അവിടുന്ന് കഴുത്തിന് പിടിച്ച് തള്ളിയിട്ട് അയാളോട് പറഞ്ഞു കൊടുക്കും, മോനെ സുജൂദ് പാടില്ല, സുജൂദ് അള്ളാഹുവിന് മാത്രമേ ചെല്ലാൻ അല്ലെ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ആ ഖബറിൽ കിടക്കുന്ന അയാൾ ഉപ്പയാണ്. അയാൾ വിളിച്ച് അവിടുന്ന് ഖബറിൻ്റെ അടുത്ത് നമ്മൾ നോക്കുമ്പോൾ അയാൾ പറയാൻ, ഉപ്പ നിങ്ങൾ സ്വത്തോതി വെച്ച് ശരിയായില്ലുപ്പാ, നിങ്ങൾ പെങ്ങൾക്ക് കൂടുതൽ കൊടുത്തു കഴിഞ്ഞു, ജ്യേഷ്ഠന് കൂടുതൽ കൊടുത്തു കഴിഞ്ഞു, എനിക്ക് തന്നത് കുറച്ചായിപ്പോയി ഉപ്പ. ഉപ്പ കൊണ്ട് അവർക്ക് നല്ല ബുദ്ധി തോന്നാൻ വേണ്ടിയിട്ട് ദുആർക്കണം ഒരാൾ പറഞ്ഞു. എന്നാൽ നമ്മുടെ വഹാബി കൂട്ടർ പറയുക എന്താണെന്നറിയോ? അത് ശിർക്കാൻ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന മറുപടി എന്താണെന്നറിയോ? അത് മരിച്ചുപോയാളോട് വിളിച്ചു പറയലല്ലേ, മരിച്ചുപോയാൽ കേൾക്കുമോ എന്നാണ് ചോദ്യം. അപ്പം പിന്നെ നമ്മളെ മുജാഹിദ് പള്ളീൻ്റെ ഉൾപ്പെടെ എല്ലാ ഖബർസ്ഥാനിൽ പോയാലും ഇപ്പം ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവും, ഖബറാളികൾക്ക് വേണ്ടിയുള്ള സലാം, സലാമും അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ വൈന്ന ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിക്കൂൻ. എന്തതിൻ്റെ മൈന? ഈ ഖബറിൽ കിടക്കുന്ന സലാമുൻ അലൈക്കും, അള്ളാഹുവിൻ്റെ രക്ഷ നിങ്ങളുടെ മേലുണ്ടാകട്ടെ, ദാറ ഖൗമി മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ ഭവനങ്ങളെ, വൈന്ന ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിക്കൂൻ, നിശ്ചയം ഞങ്ങൾ നിങ്ങളോടൊത്ത് ചേരുന്നതാണ് അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവർ കേൾക്കുന്നില്ലേ? അതിൻ്റെ അർത്ഥം കേൾക്കുന്നുണ്ടാണല്ലോ ഈ സലാം പറയാൻ പറഞ്ഞത്.
മാത്രമല്ല, അപ്പോൾ റസൂൽ അങ്ങനെ പറഞ്ഞിനോ ചെയ്തിനോ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. നമുക്കറിയാം ബദർ യുദ്ധത്തിൽ അബൂജഹൽ ഉൾപ്പെടെ കുറേ മുശ്രിക്കുകൾ കൊല്ലപ്പെട്ടു. അങ്ങനെ അവരുടെ എല്ലാം മൃതദേഹം എടുത്തുകൊണ്ട് ഒരു പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടു. അവിടെ എല്ലാവരും അവിടെ ഇട്ടിരുന്നത്. അങ്ങനെ ഖബറിൻ്റെ അടുക്കൽ ചെന്നിട്ട് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, ഓരോരുത്തരെയും പേര് വിളിച്ചുകൊണ്ട്, അബൂജഹലെ, ഉത്ബത്തെ, ഷൈബത്തെ, ഇങ്ങനെ ഓരോരുത്തരെ പേരും എടുത്തുകൊണ്ട് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, എന്നോട് എൻ്റെ റബ്ബ് ചെയ്ത കരാറ് പൂർത്തീകരിച്ചിരിക്കുന്നു. നിങ്ങളോട് ചെയ്ത കരാറ് നിങ്ങളുടെ റബ്ബ് പൂർത്തീകരിച്ചില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിൽക്കുന്നു. അദ്ദേഹം ചോദിച്ചു, നബിയെ, ഇതെന്താ നിങ്ങൾ മരിച്ചവരോട് സംസാരിക്കുന്നത്? അപ്പോൾ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ അവരെക്കാൾ കൂടുതൽ കേൾക്കുന്നവരല്ല എന്ന് പറഞ്ഞാൽ മരിച്ചവർ കേൾക്കും, സംശയമൊന്നുമില്ല. ഇനി മരിച്ചവർ കേട്ടാലും ഇല്ലെങ്കിലും ഈ പറഞ്ഞ പോലെ പരമമായ കീഴ്വണക്കം അവരോട് നടത്താത്തിടത്തോളം കാലം ഒരാൾ ശിർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റൂല. എങ്ങനെ? പരമമായ കീഴ്വണക്കം. എങ്ങനെ? നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഒരാൾ ദൈവമാണെന്നോ അല്ലെങ്കിൽ അയാൾ ദൈവത്തിൻ്റെ മകനാണെന്നോ അയാൾക്ക് ദിവ്യത്വമുണ്ടെന്നോ കരുതിക്കൊണ്ട് പരമമായ കീഴ്വണക്കം അയാളിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് തൗഹീദിന് വിരുദ്ധമാകുന്നത്. അതാണല്ലോ നമ്മളെ ഓരോ ഈ അമൃതാനന്ദമയി പോലെയുള്ള ആൾ ദൈവങ്ങളുടെയൊക്കെ കാൽമിൽ പോയിട്ട് ആളുകൾ വീണ് കിടക്കുന്നുണ്ടല്ലോ. അവർക്ക് എന്തോ ദൈവമാണ് അല്ലെങ്കിൽ ദിവ്യത്വമുണ്ട് എന്ന ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അവരുടെ കാൽക്കൽ വീണ് കിടക്കുന്നത്. ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം ഇൻഷാ അല്ലാഹ്. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.